ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സദൃശവാക്യങ്ങൾ 1-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. മകനെ, അപ്പൻ്റെ പ്രബോധനം കേൾക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അവ നിന്റെ ശിരസ്സിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പളിയും ആയിരിക്കും. ജ്ഞാനിയായ ശലോമോൻ്റെ സദൃശവാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട പല മുന്നറിയിപ്പുകളും നമുക്ക് നൽകുകയാണ്. സദൃശവാക്യങ്ങൾ കേവലം യുവാക്കൾക്കോ അല്ലെങ്കിൽ അനുഭവജ്ഞാനമില്ലാത്തവർക്കും വേണ്ടി മാത്രമല്ല, ജ്ഞാനമുള്ള ഏവർക്കും ശ്രദ്ധിക്കുവാൻ തക്കം വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് സദൃശവാക്യം തുടങ്ങുമ്പോൾ തന്നെ ഇപ്രകാരം പറയുന്നത്: ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനും സദൃശവാക്യങ്ങളും അലങ്കാരവചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും അവ ഉതകുന്നു. 1-ാം അധ്യായം 5-6 വാക്യങ്ങളാണ്. അപ്പോൾ ഇത് എല്ലാ മേഖലകളിലും ഉള്ളവർക്കുള്ള വലിയ ഒരു മുന്നറിയിപ്പാണ് ഈ സദൃശവാക്യം നമുക്ക് നൽകുന്നത്. ഇപ്പോൾ തന്നെ ജ്ഞാനം സമ്പാദിച്ചിട്ടുള്ള ഒരു വ്യക്തി സദൃശവാക്യങ്ങൾക്ക് ശ്രദ്ധ നൽകുക വഴി തനിക്കുള്ള അറിവിനെ വർദ്ധിപ്പിക്കും. എവിടെയാണ് ജ്ഞാനവും ശിക്ഷണവും ഒക്കെ ഒരുവൻ അന്വേഷിച്ച് തുടങ്ങുന്നത്? ശലോമോൻ അതിന് മറുപടി നൽകുന്നുണ്ട്: യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അറിവിൻ്റെ ആരംഭം യഹോവ ഭക്തിയാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അറിവില്ലെങ്കിൽ ജ്ഞാനമോ ശിക്ഷണമോ ഒന്നുമില്ല. അപ്പോൾ ദൈവഭക്തി തന്നെയാണ് ഇതിൻ്റെ എല്ലാം ആരംഭം. അതിനുശേഷം നമുക്ക് ചില മുന്നറിയിപ്പുകൾ നൽകുകയാണ്. മകനെ, അപ്പൻ്റെ പ്രബോധനം കേൾക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അവ നിന്റെ ശിരസ്സിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പളിയുമായിരിക്കും. മാതാപിതാക്കളുടെ മുന്നറിയിപ്പ്. അപ്പൻ്റെ പ്രബോധനവും അമ്മയുടെ ഉപദേശവും പലപ്പോഴും നമുക്ക് തന്നെ കുറ്റബോധം ചിലപ്പോൾ തോന്നാറുണ്ട്. അവർ പറയുന്നത് നാം കേൾക്കാറില്ലല്ലോ എന്ന്. അപ്പനമ്മമാരുടെ ഉപദേശം ഒരു മനുഷ്യനെ കൂടുതൽ ഭംഗിയുള്ളവനാക്കുകയാണ്. അതനുസരിക്കുന്നുവെങ്കിൽ ഒരിക്കലും അവർ പാപത്തിൽ വശീകരിക്കപ്പെടുകയില്ല എന്ന് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം കുഞ്ഞുനാൾ മുതൽ അവർ നമുക്ക് ഉപദേശിച്ചു തരുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഒരു ചിട്ടയും നമ്മുടെ മുന്നോട്ടുള്ള യാത്രകൾക്ക് ഒരു നല്ല വഴികാട്ടിയുമായിരുന്നു. അതുകൊണ്ടാണ് ശലോമോൻ അപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വീണ്ടും മുന്നറിയിപ്പുകളിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: പക്ഷി കാണെ വല വിരിക്കുന്നത് വ്യർത്ഥമല്ലോ. ഇതൊരു വലിയ ഉപദേശമാണ്. വചനം പറയുന്ന ഒരു നല്ല ഉദാഹരണം. വലിയ ബുദ്ധിമാനെന്നും കഴിവുള്ളവനെന്നും ചിന്തിക്കുന്ന മനുഷ്യനോട് അത്രയും ബുദ്ധിയോ കഴിവോ ഇല്ലാത്ത, സൃഷ്ടിപ്പിൽ അത്ര വലിയ പദവിയൊന്നുമില്ലാത്ത ഒരു പക്ഷിയുടെ കാര്യം പറഞ്ഞ് ഒരു മുന്നറിയിപ്പ് തരികയാണ് ഈ വചനം. ഒരു പക്ഷിക്ക് പോലും തൻ്റെ മുൻപിൽ താൻ കാണെ വല വിരിച്ചാൽ അത് കുരുക്ക് ആണെന്നറിയാം. പിന്നീട് അതങ്ങോട്ട് വരികയില്ല. സ്വല്പമെങ്കിലും ബുദ്ധിയുള്ള പക്ഷിപിടുത്തക്കാരൻ ഒരിക്കലും
തൻ്റെ ജീവിതത്തിൽ അപ്രകാരം ചെയ്യുകയുമില്ല. അതുപോലെ നമ്മുടെ മുൻപിലുള്ള ചില വലകളെ പറ്റി ഈ ഭാഗത്ത് നിന്ന് വിശദീകരിക്കുകയാണ്. മനുഷ്യൻ്റെ കാര്യമെടുത്താൽ എത്രയോ വിഭിന്നമാണ്. ഈ പക്ഷി ചിന്തിക്കുന്നതിലുമൊക്കെ അപ്പുറം മനുഷ്യന് ചിന്തിക്കാൻ കഴിവുണ്ടായിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെ പാപത്തിൽ ചെന്ന് ചാടുന്ന മനുഷ്യൻ. നമ്മുടെ മുൻപിലുള്ള ചില വലകൾ, ഇത്തരത്തിലുള്ള വലകൾ നമ്മുടെ മുൻപിൽ ഉണ്ടെന്നറിഞ്ഞിട്ടും നാം ഒക്കെ അതിൽ വീഴാറുണ്ട്. അപ്പോൾ ആ മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിക്കുകയല്ലേ ചെയ്യുന്നത്? അതുകൊണ്ടാണ് വളരെ ലളിതമായ ഉദാഹരണത്തിലൂടെ ശലോമോൻ നമ്മോട് പറയുന്നത്, പക്ഷി കാണെ വല വിരിക്കുന്നത് വ്യർത്ഥമല്ലോ. പിന്നീട് താഴേക്ക് വചനം നാം വായിച്ചു വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ജ്ഞാനമായവൾ വീഥിയിൽ ഘോഷിക്കുന്നു. അടുത്ത് കാണിക്കുന്ന വലിയൊരു മുന്നറിയിപ്പാണിത്. 20-ാം വാക്യം മുതൽ നാം താഴേക്ക് വായിക്കുമ്പോൾ, യഹോവ ഭക്തിയാകുന്ന ജ്ഞാനം വീഥിയിൽ നിന്ന് ഉച്ചത്തിൽ ഘോഷിക്കുന്നു എന്ന് കാണാം. അതിന് ചെവി കൊടുക്കാതെ പോകുന്നവരെ പറ്റി പറയുന്നത്, അവർക്ക് ആപത്ത് ചുഴലിക്കാറ്റ് പോലെ വരിക മാത്രമല്ല, കഷ്ടവും സങ്കടവും അനർത്ഥ ദിവസവും ഒക്കെ അവരെ മൂടുകയും ചെയ്യുമെന്നാണ്. പരിജ്ഞാനത്തെ വെറുത്ത് യഹോവഭക്തിയെ തിരഞ്ഞെടുക്കാത്തത് അവരുടെ ജീവിതത്തിൽ നാശമായി ഭവിക്കുന്നുവെന്ന് നാം അവിടെ ഏറ്റവും അവസാനം വായിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള വചനത്തിലൂടെയുള്ള മുന്നറിയിപ്പുകൾ ഈ ലോക ജീവിതത്തെ മാത്രമല്ല, നമ്മുടെ ആത്മീക ജീവിതത്തെയും നാം വളരെ ഗൗരവമായി കാണുവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മുന്നറിയിപ്പുകൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്ന് ശലോമോൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം നമ്മോട് വിളിച്ച് പറയുന്നത്, എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവിൻ, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും, എൻ്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കുമെന്ന് സദൃശവാക്യം ഓർമ്മപ്പെടുത്തുന്നത് പോലെ തീർച്ചയായും ജ്ഞാനത്തിൽ നമുക്ക് വളരാം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണെന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴികളിലേക്ക് നമ്മെ നയിക്കുവാനുള്ള ഒരു പാതയാകട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ മുന്നറിയിപ്പുകളൊക്കെ നമുക്ക് ഏറ്റെടുക്കാം. പുതിയ ദിവസം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പാതകളെ നേരായ വഴിയിൽ നടത്തുവാൻ, ഈ മുന്നറിയിപ്പുകൾ സ്വീകരിക്കുവാൻ, അതനുസരിച്ച് നടക്കുവാൻ, നമ്മെ തന്നെ ഒരുക്കപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.